പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. വാനിൽ വാരും
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സ്നേഹം നിറഞ്ഞ മനസ്സോടെ ഞങ്ങളായിരിക്കുന്നു. പരമകാരുണ്യവാനായ അങ്ങയെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. അവർണ്ണനീയമായ അങ്ങേ ദാനത്തെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ജീവനും ജീവിതവും സമസ്തവും അങ്ങേ പാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ സന്നിധി ഞങ്ങൾ ഈ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൃപാകടാക്ഷം എപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്തവും അങ്ങാണ് എന്ന് ഞങ്ങളുടെ ഈ നിമിഷങ്ങളിൽ ഏറ്റുപറയുന്നു. പരമകാരുണ്യവാനായ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ അങ്ങേക്ക് ഒരു നിമിഷം മതി അവയെല്ലാം നികത്തുവാനായിട്ട്. ഞങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങൾ ഞങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങനെ ആശ്രയിക്കുവാനായി ഞങ്ങൾ മറന്നു പോകുമ്പോൾ അങ്ങ് മാത്രമാണ് ഏറ്റവും ശക്തനായവൻ, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം അങ്ങ് മാത്രമാണ് എന്ന് ഓരോ നിമിഷം വിശ്വസിക്കുവാനുള്ള പരിശുദ്ധാത്മ കൃപ നൽകണമേ. ഈശോ, ഞങ്ങൾ ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. ജീവിതത്തിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, കടബാധ്യതകളുണ്ട്, മക്കളെക്കുറിച്ചുള്ള ആകുലതകളുണ്ട്, വഴിതെറ്റിപ്പോകുന്ന മക്കൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ പറഞ്ഞ അനുസരിക്കാത്ത മക്കളുണ്ട്, സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുന്ന മേഖലകളുണ്ട്. ഈശോയെ അവയെല്ലാം അങ്ങ് തൃപ്പാദത്തിൽ സമർപ്പിക്കുമ്പോൾ ഈ ആരാധനാ നിമിഷങ്ങളിൽ അങ്ങയുടെ കൃപാകടാക്ഷം ഞങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ ഈശോയെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. അപേക്ഷിക്കുന്നവരെ ഒരിക്കലും അപേക്ഷിക്കുന്ന ഒരിക്കലും ഉപേക്ഷിക്കാത്തവരാണല്ലോ അങ്ങ്. അങ്ങയുടെ സമീപത്ത് അനുഗ്രഹത്തിനായി വന്നവരെ ആരെയും അങ്ങ് നിരാശപ്പെടുത്തിയതായിട്ട് തിരുവചനത്തിലില്ല. ഈശോയെ ഈ ആരാധനാ നിമിഷങ്ങളിൽ, ഈ ആരാധനാ മണിക്കൂറിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ആന്തരിക ജീവിതത്തിൻ്റെ മാതൃകയായ ഈശോയെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ആത്മന ദർശിക്കാം. പ്രാർത്ഥനയെയും പരിത്യാഗത്തെയും ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനും അങ്ങനെ സുഹൃത ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ഈ നിമിഷങ്ങളിൽ യാചിക്കാം. ദിവ്യനാഥൻ്റെ പാവനാത്മാവ് സദാസമയവും ദൈവത്തെ ദർശിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വർത്തിച്ചിരുന്നു. പ്രാർത്ഥന വഴി അത് എപ്പോഴും ദൈവവുമായി സംഭാഷണം നടത്തിയിരുന്നു. ഈ ദിവ്യ സംഭാഷണം മനുഷ്യാവതാരത്തിൻ്റെ പ്രഥമ വിനാഴികയിൽ ആരംഭിച്ചു. ജീവിതകാലം മുഴുവൻ അത് തുടർന്നുകൊണ്ടിരുന്നു. നിത്യത്വം വരെയും അത് നിലനിൽക്കുകയും ചെയ്യും. രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും മലയിലേക്കും മരുപ്രദേശങ്ങളിലേക്കും ധ്യാനിക്കുവാൻ പോവുകയും ചെയ്ത ദിവ്യരക്ഷകൻ തൻ്റെ ഈ ദിവ്യ മാതൃകകൾ വഴി ഭാവി തലമുറകൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ശക്തിയുക്തം ഉദ്ബോധനം നൽകുകയാണ്. അവിടുന്ന് സദാസമയവും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യനെന്ന നിലയിൽ സ്വന്തം നിസ്സാരത ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ ആരാധിച്ചിരുന്നു. രക്ഷകന്റെ ദിവ്യഹൃദയത്തിൽ നിന്നുയർന്നിരുന്ന ആരാധനാ സ്തോത്രങ്ങൾ സ്വർഗവാസികളെ കോൾമയർ കൊള്ളിച്ചിരുന്നു. ഇവയിൽ സഹകരിക്കുന്നതിൽ, ഈ സ്തോത്രങ്ങൾക്ക് ആമേൻ പറയുന്നതിൽ അവർ നിസ്സീമമായ ആനന്ദം കണ്ടെത്തിയിരുന്നു. ആ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ തീഷ്ണതയുറ്റ പ്രകരണങ്ങളും നിശ്വസനങ്ങളും പുറപ്പെട്ടിരുന്നു. സ്വർഗസ്ഥനായ പിതാവ് നവമായ സ്നേഹത്താൽ ഇവയ്ക്കെല്ലാം സദാ പ്രതിസ്നേഹം അർപ്പിച്ചിരുന്നു. ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് ഉയർന്നിരുന്ന പ്രാർത്ഥന ലോകത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു. പ്രതികാരത്തിനായി സ്വർഗത്തിലേക്ക് നിലവിളിക്കുന്ന പാതകങ്ങളുടെ സ്വരത്തെ അവിടുന്ന് ശ്രവിക്കുന്നു. അതിനെ ജുശ്രവമാക്കുമാർ കൂടുതൽ ഉച്ചത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനീതിയുടെ കനത്ത കരങ്ങൾ പാപികളായ മനുഷ്യരുടെ മേൽ വന്നു പതിക്കാതിരിക്കുന്നത് ദിവ്യനാഥൻ്റെ ഈ പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. കൂടാതെ മനുഷ്യഗണത്തിൻ്റെ എളിയ പ്രാർത്ഥനകളും ബലികളും അവിടുന്ന് സ്വീകരിച്ച് അവയെ തൻ്റെ അനന്തമായ യോഗ്യതകൾ അണിയിച്ച് ദൈവികമാക്കി തീർത്ത് നിത്യപിതാവിൻ്റെ പാദാദികത്തിൽ കാണിക്ക വയ്ക്കുന്നു.
ഈശോനാഥൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥന എത്രയോ വിസ്മയാവഹമാണ്, എത്രയോ യോഗ്യതാ സമ്പൂർണമാണ്. ദൈവവുമായുള്ള സ്നേഹൈക്യത്തിൽ വർദ്ധിച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന അവിടുത്തെ പ്രാർത്ഥന എത്രയോ അനുകരണാർത്ഥമാണ്. പ്രാർത്ഥന ആത്മാവിലെ സമ്പത്താണ്, മണ്ണിനെ വിണ്ണിനോട് ബന്ധിക്കുന്ന സ്വർണ്ണ ചങ്ങലയാണ്, പറുദീസായിലെ പരമസൗഭാഗ്യത്തിൻ്റെ മുൻകൂട്ടിയുള്ള ആസ്വാദനമാണ്. നാം പ്രാർത്ഥനയെ വിലയിരുത്തുന്നത് ഈ പറഞ്ഞ വിധമാണോ? നമുക്ക് ചിന്തിക്കാം.
നമ്മിൽ ത്യാഗാരൂപി ഇല്ലെന്നിരിക്കട്ടെ. അപ്പോൾ സ്വന്തമായതിനെ അന്വേഷിക്കുന്ന സ്വഭാവം, അന്യവിചാരത്തിനിട നൽകുന്ന ബാഹ്യവസ്തുക്കൾ, നമ്മെ വശീകരിച്ച് അടിമപ്പെടുത്തുന്ന അഭിലാഷങ്ങൾ, ഭൗതിക ബന്ധങ്ങൾ തുടങ്ങിയവ നമ്മെ കടന്നു പിടിക്കും. അങ്ങനെ സദാ ബോധപതർച്ചയിൽ ജീവിക്കാനിടവരും. പരിത്യാഗം കൂടാതെ ആന്തരിക ജീവിതം നയിക്കുക സാധ്യമല്ല. തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ് ഈശോ ജീവിതം ആരംഭിച്ചത്. തന്നെ സഹനത്തിൻ്റെ ഒരു ബലിവസ്തുവായി അവിടുന്ന് പരിഗണിച്ചു. ദൈവത്തിന് അനന്തസ്തുതിയും ലോകത്തിന് രക്ഷയും ഭാവി തലമുറകൾക്ക് മാതൃകയും നൽകുവാൻ അവിടുന്ന് ഒരു നിരന്തര ബലിവസ്തുവായി തീർന്നു. ഈ ദിവ്യ മാതൃകയെ അനുകരിച്ച് നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഹൃദയം, സർവോപരി ബാഹ്യവസ്തുക്കൾ ഇവയിലുള്ള അവകാശമെല്ലാം നാം ത്യജിക്കണം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ബലിയിൽ യാതൊരു അപഹരണവും ഇല്ലാതിരിക്കാൻ ഇവയെല്ലാം നാം ദൈവത്തിന് സമർപ്പിക്കണം. ദൈവത്തെ പ്രതിയും അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ചുമായിരിക്കണം അവയെ നാം പിന്നീട് ഉപയോഗിക്കുന്നത്. നമ്മോട് തന്നെ ആവർത്തിച്ച് പലപ്പോഴും പറയണം, ഇവയൊന്നും എൻ്റേതല്ല, എല്ലാം ദൈവത്തിൻ്റേത്. അവിടുന്ന് തൻ്റെ തിരുമനസ് പോലെ എല്ലാം നിശ്ചയിക്കട്ടെ. ദൈവം തിരുമനസ്സാകുന്നതെല്ലാം നന്മയെന്ന് കരുതുകയും ദൈവിഷ്ടത്തിന് ഏറ്റവും യോജിച്ചതെന്ന് തോന്നുകയും ചെയ്യുകയും അവിടുത്തെ തിരുമുൻപാകെ സദാ വിധേയത്വത്തോടും ത്യാഗാരൂപിയോടും ദഹനബലിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഞാൻ എന്ന ബോധത്തോടും കൂടി വർത്തിക്കുകയുമാണ് എൻ്റെ കടമ. എങ്കിൽ മാത്രമേ ആധ്യാത്മിക ജീവിതം എന്നെ രൂപം കൊള്ളുകയും പൂർണ്ണമാകുകയും ചെയ്യുകയുള്ളൂ. ഈ സത്യങ്ങൾ ഗ്രഹിക്കാൻ അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം.
നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, മറ്റ് ജോലികളിൽ വ്യാപൃതരാകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും. പരിത്യാഗ കൃത്യങ്ങൾ അവ നിസ്സാരമായാലും കൃപാവരത്തിൻ്റെ നീർച്ചാലുകളാണ് എന്ന ഓർമ്മയോടുകൂടി ഞാൻ അനുഷ്ഠിക്കും. നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഈ വചനഭാഗം കുറിച്ചിടാം. പൗലോസ്ലീഹ കൊളോസ്സോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 10 തിരുവചനം. പൗലോസ്ലീഹ കൊളോസ്സോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 10 തിരുവചനം. അത് നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായി ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. ഈശോയെ, തിരുസന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആകുലതകൾക്കോ വിഷമങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. ഈ ഒരു ബോധ്യത്തിലായിരുന്നു കൊണ്ട് ഈശോയെ, അങ്ങയുടെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഓരോ നിമിഷവും വ്യാപരിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ജീവിത പ്രതിസന്ധികളോടെ മായാവലയത്തിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കാതെ ഞങ്ങൾ തളരുമ്പോൾ ഈശോയെ, അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഈശോയെ, അങ്ങ് വഴി നടത്തണമേ. അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാ സമയത്ത് ഞങ്ങൾക്കുള്ള ഏക ഉത്തരമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിച്ചു. ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. അങ്ങയുടെ ഭവനത്തിൽ ദീർഘകാലം വസിക്കുവാനായിട്ടുള്ള കൃപ തന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനായിട്ട് അങ്ങ് അനുവദിച്ചു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ
ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല എന്ന് അങ്ങ് തിരുവചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നുണ്ട്. എത്രയൊക്കെ ആഗ്രഹമുണ്ടായാലും ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അങ്ങേ മറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കേണ്ടതാണ്. ഈശോയെ, അങ്ങാണ് ഞങ്ങൾക്ക് എല്ലാറ്റിനുമുള്ള ഉത്തരം. അങ്ങ് എപ്പോഴും എല്ലായ്പ്പോഴും സ്നേഹവും കരുണയും എല്ലാം ഞങ്ങളിലേക്ക് വർഷിക്കുന്നു. സ്നേഹമാത്രമായ നല്ല തമ്പുരാനെ, കരുണ നിറഞ്ഞ അങ്ങയുടെ കരങ്ങളിലേക്ക്, കരുതലും കാവലും നൽകുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ വെച്ചു തരികയാണ്. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം എന്ന് ഞങ്ങളുടെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ദൈവമേ, ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ. ദൈവമേ, ഞങ്ങൾ അഭയം തേടുന്നത് അങ്ങയിൽ മാത്രമാണ്. അങ്ങിൽ അഭയം തേടുന്നവരെ അങ്ങ് ഉപേക്ഷിക്കരുതേ. കൂടെ ഉണ്ടാകണമേ, വഴി നടത്തണമേ. അങ്ങയുടെ വചനമായിരിക്കട്ടെ ഞങ്ങളുടെ പാദത്തിന് വിളക്കും പാതയെ പ്രകാശമായി നിൽക്കുന്നത്. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കും പാതയെ പ്രകാശവുമാണ് എങ്കിൽ ഞങ്ങൾക്ക് വഴിതെറ്റുകയില്ല. നേരായ വഴികളിലൂടെ മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആര് നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആര് നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈശോയെ, കൂടെ ഉണ്ടാകണമേ. ഒരു ദുഷ്ടശത്രുവും ഞങ്ങളെ ആക്രമിക്കുവാൻ അങ്ങ് ഇടവരുത്തരുതേ. സങ്കീർത്തനങ്ങളിൽ അങ്ങ് പറയുന്നുണ്ടല്ലോ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന്. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുകയാണ്. ഒരു കുറവും ഞങ്ങൾക്ക് വരുത്തരുതേ. അങ്ങ് അങ്ങനെയാണല്ലോ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങയെ അന്വേഷിച്ചുകൊണ്ട്, അങ്ങയെ ആശ്രയിച്ചുകൊണ്ട്, അങ്ങനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ, ഒരു കുറവും ഞങ്ങൾക്ക് നേരിടുവാനായിട്ട് അങ്ങ് ഇടവരുത്തരുതേ. എപ്പോഴും അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അങ്ങയുടെ കൂടെ ആയിരിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അങ്ങനെ നിന്ന് ഒരു നിമിഷം പോലും അകന്നു പോകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓ നല്ല തമ്പുരാനെ, ഈ ആഗ്രഹത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ജീവിത പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോഴും അങ്ങയുടെ തിരുവചനത്തിൽ ആശ്രയിക്കുവാൻ, അങ്ങാണ് ഞങ്ങളുടെ സമസ്തവും എന്ന് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുവാൻ, ഓ നല്ല തമ്പുരാനെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.
പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിനു മുൻപ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈശോയെ, പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുന്നു. എന്തൊക്കെയോ ലോകത്ത് സംഭവിക്കുന്നു. ഇവയെല്ലാം ഓർത്ത് ഞങ്ങൾ പലപ്പോഴും ആകുലരാവുകയാണ്. പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഞങ്ങൾ പലപ്പോഴും ഉത്കണ്ഠാകുലരാവുകയാണ്. കർത്താവേ, അങ്ങുണ്ടാകണമേ, അങ്ങ് കൂടെ ഉണ്ടാകണമേ, വഴി നടത്തണമേ, കൈപിടിച്ച് നടത്തണമേ. ഒരു അരാജക ശക്തിയും ഞങ്ങളെ നേരിടുവാനായിട്ട് അങ്ങ് ഇടവരുത്തിയേക്കരുതേ. അപ്പോൾ ഞങ്ങൾക്ക് സങ്കീർത്തനോടൊപ്പം ഇപ്രകാരം പറയാൻ സാധിക്കും: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. അങ്ങ് മാത്രമാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഓ ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായി ഞങ്ങളെ കനിയണമേ. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ തരണമേ. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും എന്ന് തിരുവചനത്തെ അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ തിരുവചനത്തെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ തിരുവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യം അങ്ങ് പ്രദാനം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 7:34 അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അവരുടെ ദീനരോധനം ഞാൻ കേട്ടു. അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവരുടെ ദീനരോധനം ഞാൻ കേട്ടു. അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഈശോയെ, ഞങ്ങളെ വിമോചിപ്പിക്കാൻ അങ്ങ് ഇറങ്ങി വന്നിരിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും അങ്ങ് ഇറങ്ങി വരുന്നത് ഞങ്ങളെ വിമോചിപ്പിക്കാനാണ്, ഞങ്ങളെ വിമോചനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ: സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി പറയുന്നു. ഈശോയെ, എനിക്ക് പക്ഷപാതമില്ല. ധനികനെന്നോ ദരിദ്രനെന്നോ ഇല്ല. കഴിവ് കുറഞ്ഞവനെന്നോ കഴിവ് കൂടിയവനോ എന്നില്ല. ക്രിസ്തു, ഹിന്ദു, മുസ്ലിം എന്നില്ല. ആരായാലും എന്തായാലും അങ്ങയെ ഭയപ്പെടുന്നവർക്ക്, നീതി പ്രവർത്തിക്കുന്നവർക്ക് അങ്ങ് അനുഗ്രഹങ്ങൾ വർഷിക്കും. അവരുടെ കൂടെ അങ്ങ് ഉണ്ടാകും. അവരുടെ കൂടെ അങ്ങുണ്ടാകും. ഈശോയെ, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞില്ലേ: ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, കൂടെ ഉണ്ടാകണമേ, വഴി നടത്തണമേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ, ഞങ്ങളുടെ പ്രതിസന്ധികൾ, ഞങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകൾ, വിഷമങ്ങൾ എല്ലാം ഈശോയെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങുള്ളപ്പം ഞങ്ങൾ എന്തിനാ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നത്? ഈശോയെ, നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഞങ്ങൾ അനുവദിച്ചു. ഞങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാൻ, വചനത്തിൻ്റെ അഭിഷേകം നൽകുവാൻ അങ്ങ് തിരുമനസ്സായി. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കടാക്ഷം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുന്നു.
ഈശോയെ, ഈ നിമിഷം തിരുസന്നിധിയിൽ അരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എപ്പോഴും എല്ലായ്പ്പോഴും അങ്ങയുടെ കൃപയുടെ കടാക്ഷം ഞങ്ങളിലേക്ക് വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾക്ക് പറയാനുള്ള നന്ദി മാത്രമാണ്. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ഇന്ന ദിവസം പറഞ്ഞു തരികയായിരുന്നു, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അങ്ങിൽ ആശ്രയിക്കണമെന്ന്. ആന്തരിക ജീവിതം പടുതുയർത്തണമെന്ന്. പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ ഏക കേന്ദ്രമെന്ന്. വിശ്വസ്തയോടെ ജീവിച്ചാൽ, അങ്ങേക്ക് പ്രീതികരമായ വിധം ജീവിച്ചാൽ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ, അവിടെ അവരുടെ ആവശ്യങ്ങൾക്ക് അങ്ങ് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഈശോയെ, ഇത്രയുമൊക്കെ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഞങ്ങൾക്ക് നൽകുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അകന്നു പോയെങ്കിൽ ഈശോയെ ക്ഷമിക്കണമേ. കാരണം ഞങ്ങൾ മനുഷ്യരാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഞങ്ങൾക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ടെന്ന് അങ്ങേക്കറിയാമല്ലോ. നല്ല തമ്പുരാനെ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവനും ജീവിതവും എല്ലാം അങ്ങ് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിവുകളും കുറവുകളും എല്ലാം അങ്ങ് വിട്ടു തന്നുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. സർവവൃന്ദമാലാഹമാരുടെ വിശുദ്ധരോടും ചേർന്ന്, ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന സകല വിശുദ്ധ ബലികളോടും ചേർന്ന് ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, ബന്ധു മിത്രാദികൾ, ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, എല്ലാവരെയും ഈശോയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കണ്ണീര്, മക്കളുടെ ഭാവി എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുന്ന ജീവിത പ്രതിസന്ധികൾ ഈശോയെ ഞങ്ങൾ ആലോചിക്കാത്ത നിമിഷങ്ങളിൽ കടന്നു വരുന്നത്, പക്ഷേ ഓരോന്നായി പരിഹരിക്കപ്പെടുന്നുമുണ്ട്. ഒരെണ്ണം പരിഹരിക്കപ്പെടുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അറിയാതെ സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, കരുണയായിരിക്കണമേ. ഞങ്ങളിതാ അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങളുടെ ശിരസ് അങ്ങയുടെ തിരുമുമ്പിൽ നമിക്കുകയാണ്. ഈശോയെ, നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
മിശിഹാ